1992 ഡിസംബർ 6 ഇന്ത്യയുടെ മതനിരപേക്ഷതയ്ക്കേറ്റ ഉണങ്ങാത്ത മുറിവ്. രാജ്യത്തിൻ്റെ മതേതര മനസ്സിന് മുകളിൽ ചവിട്ടി നിന്ന് സംഘപരിവാർ ബാബറി മസ്ജിദ് തകർത്തെറിഞ്ഞിട്ട് ഇന്നേക്ക് 32 വർഷം. എന്നാൽ ഇന്ന് ഇന്ത്യ എന്ന രാജ്യം ആശങ്കപ്പെടുന്നത് ബാബറി മസ്ജിദിനെ ഓർത്തു മാത്രമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബാബറി മസ്ജിദ് ഹിന്ദുത്വ ഭീകരർ അടിച്ചു തകർത്ത സമയത്ത് അതിനെ ജനാധിപത്യത്തിലെ കറുത്ത ദിനമായും ഇന്ത്യൻ റിപ്പബ്ലിക്കിനെതിരായ ആക്രമണമായും മനസ്സിലാക്കിയ മാധ്യമങ്ങൾ വർഷങ്ങൾക്കിപ്പുറവും അതേ നിലപാട് തുറന്നു പറയുന്നുണ്ടോ? അതേ ഭൂമികയിൽ രാമക്ഷേത്രമെന്ന സംഘപരിവാർ അജണ്ടയുടെ കെട്ടിടമുയർന്നപ്പോൾ മാധ്യമങ്ങൾ സ്തുതിപാഠകരായി മാറുകയല്ലാതെ മറ്റെന്താണ് ഉണ്ടായത്? ബാബറി തകർത്തിട്ടപ്പോൾ മുതൽ ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യം വരെ പരിശോധനയ്ക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ അവർ തുടരുകയാണെന്ന് തന്നെ പറയാം. ഗ്യാൻവാബി മസ്ജിദ്, മധുര ഷാഹി ഈദ്ഗാഹ്, സംബൽ ഷാഹി ജുമാ മസ്ജിദ് തുടങ്ങി അജ്മീർ ദർഗ ഉൾപ്പെടെയുള്ള മുസ്ലിം ആരാധനാലയങ്ങൾമേൽ ഹിന്ദുത്വ സംഘടനകൾ അവകാശവാദവും തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇത് രാജ്യത്തിൻ്റെ സൗഹാർദ്ദ അന്തരീക്ഷവും കെട്ടുറപ്പും തകർക്കുമെന്നതിൽ സംശയമില്ല. കോടതിയുടെ ഇടപെടലുകൾ കുറച്ചെല്ലാം പ്രതീക്ഷകൾ നൽകുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴുള്ള സംഭവ വികാസങ്ങളൊന്നും തന്നെ അംഗീകരിക്കാനാകാത്തതും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കാൻ പാടില്ലാത്തതുമാണ്. സംഭലിലുണ്ടായ വെടിവെപ്പ് അങ്ങനെ തന്നെയേ പറയാനാവൂ. ഇന്ന് സംഭലിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. 32 വർഷങ്ങൾക്ക് മുൻപുണ്ടായ അതേ ഭീതി ഉണർത്തുന്ന അന്തരീക്ഷവും സാഹചര്യവും ഇന്നും ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നത് അങ്ങേയറ്റം ആശങ്ക ഉളവാക്കുന്നതാണ്. സംഘപരിവാറിൻ്റെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ചൂട്ട് കത്തിച്ചു കൊടുക്കുന്ന ഭരണകൂടമാണ് നമുക്ക് മുന്നിലുള്ളത്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കുമേൽ കടന്നുകയറി ജനങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടരാനുള്ള കാരണവും അതുതന്നെയാണ്. തങ്ങളുടെ അജണ്ടയിലേക്ക് തീവ്ര ഹിന്ദുത്വ സംഘടനകൾ അടുത്തുകൊണ്ടിരിക്കുകയാണോ എന്ന ആശങ്കയാണ് രാജ്യം മുഴുവൻ ഇപ്പോൾ അലയടിക്കുന്നത്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിലെ അരക്ഷിതാവസ്ഥയും അസംതൃപ്തിയും ആസൂത്രിതമായി ചൂഷണം ചെയ്യുകയാണ് സംഘപരിവാർ. ഗ്യാൻവാബി പള്ളിയിലെ കടന്നുകയറ്റത്തിനെതിരെ പ്രതിഷേധിച്ചവർക്ക് നേരെയാണ് ഉത്തർപ്രദേശ് പോലീസ് വെടിയുതിർത്തത്. 5 പേരാണ് കൊല്ലപ്പെട്ടത്. വീഡിയോകൾ ഉണ്ടായിട്ടും അവർ പരസ്പരം വെടിവെച്ചതാണെന്നും മറ്റും പറയാനുള്ള UP പോലീസിന്റെ ധൈര്യവും മറ്റൊരു ഭരണകൂട ഭീകരതയുടെ ഉദാഹരണമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ഒരു ഗോൾഡൻ ചാൻസായും BJP ഇതിനെ കാണുന്നുണ്ട്. രാജ്യത്തെ കത്തിയമരാൻ അനുവദിച്ചുകൂടാ. ഇപ്പോഴത്തെ പ്രതിസന്ധികളിൽ രാജ്യത്തെ പരമോന്നത നീതിപീഠം അടിയന്തരമായി തന്നെ ഇടപെടേണ്ടതുണ്ട്. അതിൽ സുപ്രീം കോടതി കൃത്യമായ ഉത്തരവാദിത്തം നിർവഹിക്കുക തന്നെ വേണം. രാജ്യം ജനങ്ങളുടേതാണ്, സംഘടനകളുടേതല്ല.